നമുക്കിന്ന് ഒരു അടിപൊളി മുളകിട്ട് വെച്ച അയിലക്കറി ഉണ്ടാക്കിയാലോ. നമുക്ക് അയിലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അയിലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ അയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, ഇത് ഒരു മീഡിയം വലിപ്പമുള്ള ഉള്ളി, ഇതൊരു 5-6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തത്, 2-3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് തക്കാളി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഒരു മീഡിയം ടൈപ്പ് തക്കാളി 3 എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ കുമിട്ടി മുളകും 2 സ്പൂൺ എരിവില്ല മുളകും, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കൊടംപുളി വെള്ളത്തിലിട്ടത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിൽ. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കണം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന മീൻകറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. മീൻകറിക്കെല്ലാം പെരിഞ്ചീരകം ഉലുവയെല്ലാം മസ്റ്റാണ്. നല്ല മണവും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാൻ എപ്പോഴും പറയലുണ്ട്, കറിക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുത്തുകൂടാ. ഇതുപോലെ മസാലയെല്ലാം വഴറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. കൊടംപുളി ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന്. ഞാൻ നേരത്തെ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ടിന്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളക്കാൻ വെക്കാം. നമ്മൾ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇതിൽ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ അയിലയാണ് എടുത്തിട്ടുള്ളത്. മീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മീനെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് തവി ഇടാനേ പാടില്ല. തവി ഇട്ട് കഴിഞ്ഞാൽ മീനെല്ലാം ഉടഞ്ഞു പോകില്ലേ. കൈ വെച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കാലം. അപ്പോൾ എല്ലാം സെറ്റായിക്കോളും. നമ്മൾ അയിലക്കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉള്ളിയും കടുകും കറിവേപ്പിലയും ഇത് വറുത്തിട്ട് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
മീൻ കറിയിൽ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അടിപൊളി അയിലക്കറി റെഡി ആയിട്ടുണ്ട്. മുളകിട്ട് വെച്ച അയിലക്കറി. ഇനി ഇത് അടച്ച് വെച്ച് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പം കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണേ.